ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗ്ലാം ഗോഡസ് സിന്ധുജ. സോ ഇന്ന് നമുക്കെല്ലാം അറിയുന്ന നമുക്ക് നല്ലൊരു ദിവസമാണ് നമ്മളെ സംബന്ധിച്ച്, അതായത് നമ്മൾ കേരളീയരെ സംബന്ധിച്ച്. ഇപ്പോൾ നമുക്ക് ഓണത്തിൻ്റെ ആഘോഷങ്ങൾക്ക് ഇന്നാണ് തുടക്കം കുറിക്കുന്നത്. ഇന്ന് അത്തമാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി അത്തത്തിന് എന്തെങ്കിലും ഒരു മോഡേൺ വേഷമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിലൊരു ലോജിക്കുണ്ട് ഡിയേഴ്സ്. ഞാൻ പറഞ്ഞുതരാം. ഇന്ന് രാവിലെ എണീറ്റ് ഞാൻ എൻ്റെ മുറ്റം ഇതാ നോക്കാം, അവിടെ എല്ലാം നോക്കി, ക്യാമ്പസിനകത്തും ഇവിടെ എല്ലായിടത്തും നോക്കി. ബാക്ക് ബീച്ച് വല കാണുന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ഒന്നും ഒരു പൂ പോലും കാണാനില്ല. സത്യം പറഞ്ഞാൽ ഇവിടെ പൂച്ചെടികളുണ്ട്. ഇതാ ഈ നിൽക്കുന്നതൊക്കെ ആ സൈഡൊക്കെ നിൽക്കുന്നത് ഞാൻ കാണിക്കുന്ന സൈഡ് നന്ദിയാർ വട്ടമാണ്, മറ്റേ ശിവൻ ഏറ്റവും ഇഷ്ടമുള്ള പുഷ്പം. പക്ഷേ ഇന്ന് ആ പുഷ്പങ്ങൾ നമ്മളെ ചതിച്ചു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു പൂ പോലും ഇവിടെ കിട്ടുന്നില്ല. അപ്പുറത്തെ സൈഡ് ചെമ്പരത്തിയും തെച്ചിയൊക്കെ കൊണ്ട് അതുപോലും കിട്ടിയില്ല. ഇതാ ആ നിൽക്കുന്ന ചെടി, ആ ക്രോട്ടൺസിൻ്റെ മേളിൽ അത് ചെമ്പരത്തിയാണ്. അതുപോലും നിങ്ങളുടെ ഗോഡസിനെ ചതിച്ചു ഡിയേഴ്സ്. ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത്തം സെലിബ്രേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. മീൻസ് പൂക്കളം ഇടുക, ഊഞ്ഞാൽ ടെറസിൽ ഇട്ടിട്ടുണ്ട്, ഇവിടെയും ക്ലാമ്പ് ഉണ്ട്. പക്ഷേ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ 3-4 കാറുകൾ ഇറക്കാനുള്ളതുകൊണ്ട് സീൻ കോൺട്രയാവും. അപ്പം മേളിലേ പറ്റൂ. അപ്പം ഞാനൊരു കാര്യം ചെയ്യും, എന്തായാലും ഇവിടെ പൂക്കളില്ല. ഇനി അടുത്ത ഡിപ്പെൻഡൻസ് പൂക്കടയിൽ പോയി പൂ കുറച്ച് മേടിച്ചുകൊണ്ട് വരിക. ഇന്ന് നാളത്തെ നോക്കാം. മറ്റന്നാൾ എനിക്ക് ഒരു നെക്സ്റ്റ് ഡ്രസ് പർച്ചേസ് വ്ളോഗ് ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്തെങ്കിലും പുറത്തിറങ്ങും. അപ്പോൾ അത് കഴിഞ്ഞുള്ള പൂ ചിലപ്പോൾ എൻ്റെ പൂന്തോട്ടത്തിൽ തന്നെ കാണും, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് പിന്നെ നോക്കിയാൽ മതിയല്ലോ. ഇന്നത്തെ നാളത്തെയാണ് ആദ്യം നോക്കേണ്ടത്. അപ്പം ശരി, പൂക്കടയിൽ പോയി പർച്ചേസ് ചെയ്തിട്ട് അതിൻ്റെ കോലമാണ് ഇപ്പം ഇങ്ങനെയാണ് കോലം. പക്ഷേ ഞാൻ പൂക്കടയിൽ പോകുമ്പോൾ ജാക്കറ്റ് എടുത്തിടും. കാരണം മോഡേൺ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, ഈ വെയിലും ടാനിങ്ങും വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഇടും. അത് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നമുക്കൊരു വേഷഭൂഷ അത് ചേഞ്ച് ഉണ്ട്. അത്തമല്ലേ, അതിൻ്റെ ഒരു മൂഡ് വരണമല്ലോ അത്തക്കളം ഇടുമ്പോൾ, അത്തപ്പൂക്കളം ഇടുമ്പോൾ. അത്തക്കളം അത്തപ്പൂക്കളം ഇടുമ്പോൾ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അതൊരു വേറൊരു വേഷമാണ്, ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള. അപ്പോൾ സ്റ്റേറ്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ പൂക്കടയിലേക്ക് പോകുകയാണ്. കാണിച്ചു തരാം. വിഘ്നേശ്വര, ഇത് നമ്മുടെ നെട്ടയം ജംഗ്ഷനാണ്. വിഘ്നേശ്വര പൂവുണ്ടോ? അല്ലല്ല, അത്തപ്പൂവിനുള്ള ചോപ്പും വാടാമുള്ള മാത്രമേ ഉള്ളൂ. ഇതും വാടാമുല്ലേ? ഇതും വാടാമുള്ള മാത്രമേ ഉള്ളൂ. ഒരു 100-ന് തരുമോ? എൻ്റെ കൂടെ വേറെ പൂ വരാത്തതാണോ? തീർന്നു. അപ്പം നാളെയല്ലേ അത്തം എന്ന് പറഞ്ഞാൽ പൂ കുറച്ചാണ് എടുത്തത്. ഇന്ന് അത്തം, ഇന്ന് സ്കൂളുകളിൽ നാളെയാണ്. അപ്പോൾ ഈ സ്കൂളുകളിൽ ഇന്നേ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. കാരണം അവർ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാൻ വേണ്ടിയേ. താമസിക്കുന്നപ്പോൾ നമുക്ക് കുറച്ച് പൂവ് കിട്ടി. ആകെ കുറച്ച് പൂവ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് കിട്ടി. അതും കൊണ്ട് ഇന്നത്തെ കാര്യം സെറ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ അത്തം ലുക്കിലേക്ക് ട്രാൻസ്ഫോം ചെയ്തു, ട്രഡീഷണലായി മാറി. നമ്മുടെ ഷടക എൻ്റെ വണ്ടി ബാക്കിലിരിക്കുന്ന 2 വീലർ, 4 വീലർ ഞാൻ പൊടിയടിക്കുന്നതുകൊണ്ട് കെട്ടി മൂടി വെച്ചിട്ടുണ്ട്. ഇതാ ഇത്രയും പൂ കിട്ടി. വാടാമല്ലിയും പിന്നെ ആ ജമന്തിയുടെ ആ ഓറഞ്ച് അതേ കിട്ടിയുള്ളൂ. കേട്ടല്ലോ, ഇതിന് മുന്നുള്ള വീഡിയോയിൽ ഞാൻ ക്യാപ്ചർ ചെയ്താ ചേട്ടൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്കിനി ഒന്ന് ഡിസൈൻ ആക്കണം. അടർത്തേണ്ടി വന്നാൽ അടർത്തണം ഈ സാധനം. അടർത്താനൊക്കെ കുഴി മടിച്ച് കഴിഞ്ഞാൽ നോക്കാം, ചെയ്യാം നമുക്ക്. തൽക്കാലം നമുക്ക് ഈ സ്പേസിങ്ങിൽ ഇടാം. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ 3-4 കാർ ഇറക്കും, എൻ്റെ കാർ, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഇവിടെ ഇട്ടാൽ ഈ ഫ്ലോറിൽ ഇടുന്നതാണ് തന്നെ ഭംഗി. പക്ഷേ ഈ വണ്ടിയുടെ വീല് കയറി അത് ഇതാവും. തിരുവോണം ദിവസം ഞാനിവിടെ ഉണ്ടെങ്കിൽ, ഫോട്ടോഷൂട്ടും കാര്യങ്ങളായി പാറിപ്പറന്ന് നടന്നില്ലെങ്കിൽ, നമുക്ക് വീട്ടിൻ്റെ നടുമുറ്റത്ത് ഇവിടെ ഇടാം. ഇപ്പടി ഐഡിയ എങ്ങനെയുണ്ട്? അതേ വർക്കാവും. അപ്പോൾ പൂ ആദ്യം ഞാൻ ഡിസൈൻ ഒന്ന് സെറ്റ് ചെയ്യട്ടെ, എന്നിട്ട് അടർത്തണമെങ്കിൽ അടർത്തി തന്നെ ഇടാം. അല്ലെങ്കിൽ സാധാരണ എൻ്റെ വർക്ക് മുഴുവനായിട്ട് ഇടുന്നത്, അപ്പോൾ പണി എളുപ്പമായല്ലോ.
അങ്ങനെ ഞാൻ നമ്മുടെ പൂ അടർത്തൽ പരിപാടി തുടങ്ങി. കുറച്ച് അടർത്താതെ കള്ളപ്പണി ചെയ്തിട്ട് കാര്യമില്ല ഡിയേഴ്സ്. ഇതാണ് എനിക്ക് കിട്ടിയ ഒരു പൂ. അത് അടർത്തി ഞാൻ പേപ്പറിലേക്ക് ആക്കുന്നു. രാവിലെ തന്നെ ചെറിയൊരു ജലദോഷം. അടർത്തി അതടർത്തി കഴിഞ്ഞ് വിത്തിൻ മിനിറ്റ്സ്. ഇനി അടുത്തത് ഞെട്ടാദ്യം എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാം നമുക്ക്. ഇത് ചെയ്യാം. വാടാമല്ലി നമുക്ക് അടർത്താതെ ഇടാൻ ശ്രമിക്കാം. ഈ പ്രോസസ്സ് നിങ്ങളെല്ലാം അത്തപ്പൂക്കളെ ഒഴിക്കുക, കമൻറ്റ് ചെയ്യണേ. ഈ പ്രോസസ്സ് ഞാൻ ചെയ്ത് തീർക്കട്ടെ. അതാ ഇതുമുണ്ട്. ഇത്രയും കിട്ടി. ഇത്രയാണ് എനിക്ക് രാവിലെ കളക്ട് ചെയ്യാൻ പറ്റിയേ. അപ്പം അത് ഞാൻ അടർത്തി എല്ലാം ഒന്ന് സെറ്റ് ആക്കട്ടെ. ആക്കിയതിന് ശേഷം ഞാൻ കാണിക്കാം. അങ്ങനെ ഞാൻ അടർത്തി ഡിയേഴ്സ് മേടിച്ചുകൊണ്ട് വന്നില്ല. ഇന്ന് ഇത് മാത്രം സെറ്റ് ചെയ്യാം, നാളെ മറ്റേ ഫ്ലവർ നോക്കാം. അങ്ങനെ നിങ്ങളുടെ മടിച്ച് ഗോഡസ് ഇത്രയങ്ങ് അടർത്തി എടുത്തു. ഇനി ഇത് ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാം മണലി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, വണ്ടി ഇറക്കുന്നതുകൊണ്ട് അത് വലിയ ശോകാവസ്ഥയാണ്. ലാസ്റ്റ് ഡേ ഞാനിവിടെ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാണ് സെറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ് തറയിൽ. ഇതായിരിക്കുന്നു ഞാൻ അടർത്തിയ പൂ. കാണിച്ചു തരാം. തുടങ്ങാം. അങ്ങനെ ഗോഡസ് ഇടുവാണ്. മനസ്സിൽ തോന്നുന്ന ഒരു ഡിസൈനാണ് ഇടുന്നത്, വരച്ചിട്ടൊന്നുമില്ല. സെറ്റ് സാരി എടുത്ത ഒരു ടാസ്കേ. നമ്മളിത് ഇടുന്ന സമയത്ത് ഹിൻഡ്രൻസാണ്. ഒരു ട്രഡീഷണൽ പഞ്ച് കിട്ടിട്ടെന്നാണ് സെറ്റ് സാരി എടുത്തത്. അല്ലെങ്കിൽ എനിക്ക് വെസ്റ്റേൺ അറ്റയേഴ്സാണ് എനിക്കിഷ്ടം ഇടാനും. ഒരു സിമ്പിൾ ഡിസൈൻ. ഇപ്പം പൂവിനൊക്കെ നല്ല വിലയാണ്. ഇന്നത്തെ പത്രത്തിൽ കണ്ടല്ലോ, 600 എന്തോ, 600 രൂപ വരെ ആയി. മിക്കവാറും ആൾക്കാർ മറ്റേ നമ്മൾ ഭരതനാട്യത്തിനൊക്കെ വെക്കത്തില്ല, ഒരു പ്ലാസ്റ്റിക് പൂ, അതായിരിക്കും ഈ ഓണത്തിന് തലയിൽ വെക്കുന്നത്. കാരണം സാധാരണക്കാരെ കൊണ്ട് മേടിക്കാൻ പറ്റത്തില്ലല്ലോ. ഒരു മുഴ 600 എന്നൊക്കെ പറയുമ്പോഴേ എന്ത് ചെയ്യാനല്ലേ. നടുക്ക് നമുക്ക് എന്തെങ്കിലും പൂ സെറ്റ് ചെയ്യാം. എൻ്റെ സാരി ഒരു പാഴയാവുമെന്ന് തോന്നുന്നു ഡിയേഴ്സ്, പൂക്കൾ ഒഴുക്കുന്നതിൽ. അതിൽ തട്ടി ഇടുവല്ലേ. ഞാനൊന്നും വരയ്ക്കാതെയാണ് ചെയ്തത്, സിമ്പിളായിട്ട്. അപ്പം നമുക്കിന്ന് മാവേലിയെ വരവേൽക്കേണ്ടതുണ്ട്. ഇന്ന് ഇത് വിടുന്നവർ കുറവല്ലേ ഡിയേഴ്സ്, കമൻറ്റ് ചെയ്യണേ. ഒന്നാമത് പൂവിന് ഇത്രയും കാശ്, ഈ പൂക്കൾക്കാണെങ്കിൽ അവർ കാശ് പറയുന്നുണ്ട്. സ്വന്തം വീട്ടിലുള്ളവർക്കാണെങ്കിൽ ഇടയ്ക്ക് നിങ്ങൾക്ക് ചീറ്റലൊക്കെ കേൾക്കാം. അത് വേറെ ഒന്നുമല്ല, എനിക്ക് ജലദോഷം. ഞാൻ ഈ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യുമ്പോഴേ മാസ്ക് യൂസ് ചെയ്യൂല. ഡസ്റ്റ് എനിക്കൊരു അലർജിയാണ്.
എങ്ങനെയുണ്ട് ഡിയേഴ്സ്? സെറ്റല്ലേ? എന്തായാലും ഞാൻ ഭാഗ്യവതിയാണ്, നിങ്ങളും ഭാഗ്യവാന്മാരാണ്. ഇന്ന് എത്രയോ പാവം പിടിച്ച ജനങ്ങളുടെ കയ്യിൽ ഒരു പൂ പോലും ഇടാനുള്ള സൗഭാഗ്യങ്ങൾ കാണില്ല. നമുക്ക് ഇത്രയെങ്കിലും ഇടാൻ പറ്റിയല്ലോ. പിന്നെ ഓരോ വർഷവും ഓരോരുത്തർക്കും ഓരോ സങ്കടങ്ങൾ കാണും അല്ലേ? എല്ലാവരും കാണും ജീവിതത്തിൽ എന്തെങ്കിലും പറ്റിയ സങ്കടങ്ങൾ. ചിലർക്ക് പൈസയുടെ ആയിരിക്കും, ചിലത് വേറെ വല്ലതായിരിക്കും. എന്തുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോവുക, തകരാതെയും പതരാതെയും. എന്തെങ്കിലും നമ്മളെ മനസ്സിലാക്കുന്നതും നമുക്കൊരു ഉയർച്ചയുള്ളൊരു സംഭവം വരും. അതുവരെ നമ്മൾ എന്ത് ചെയ്യുക? അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. കൊള്ളാവോ? അങ്ങനെ നമ്മുടെ അത്തപ്പൂവിൻ്റെ സെറ്റിങ്സ് കഴിഞ്ഞു. നാളെ നമുക്ക് മറ്റേ കിട്ടിയ പൂ കൊണ്ടിടാം. പിന്നെ മറ്റന്നാൾ ഞാനൊരു പർച്ചേസിന് ഇറങ്ങുന്നുണ്ട് സിറ്റിയിലേക്ക്. എനിക്കിപ്പോൾ സ്റ്റുഡിയോകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മളെക്കൊണ്ട് പറ്റുന്ന സഹായം അത് നമ്മുടെ ഫാൻസിക്കും ഇതിനും ആരും ചെയ്തില്ലെങ്കിൽ നമ്മൾ ചെയ്യണം. ഷോപ്സുകളിലൊക്കെ പോവുക, അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യും. അപ്പോൾ എനിക്ക് എൻ്റെ ബിസിനസ് വിപുലമായാലും, ഇപ്പം ഞാൻ ജൂലൈയിലാണ് ലോഞ്ച് ചെയ്തത്, അത് ഞാൻ ചെയ്യും. മറ്റുള്ളവന് ഉപകാരങ്ങൾ ചെയ്യുക, അതൊക്കെയല്ലേ നമുക്ക് ഈ ജീവിതത്തിലുള്ളൂ. പിന്നെ നമ്മൾ നല്ലത് ചെയ്താലും ഇന്നത്തെ കാലത്ത് നമ്മളെ ആരും അപ്രിഷ്യേറ്റ് ചെയ്യണമെന്നോ നമ്മൾ നെഗറ്റിവൈസ് ചെയ്യാനേ നോക്കൂ. അത് വേറൊരു സംഭവമാണ്. അതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് നമ്മളങ്ങ് ജീവിച്ച് പോവുക. ഒരു ജീവിതമല്ലേ ഉള്ളൂ. ഇതെന്താണ് ഗോഡസ് ഈ പഴംപുരാണങ്ങളൊക്കെ പറയുന്നത്? ഇത് സെറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പറയണ്ടേ? അതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ. അത്തപ്പൂ ഇടുമ്പോഴും ഞാൻ എന്നെ പഠിപ്പിച്ച അധ്യാപകർ, എനിക്ക് വേണ്ടപ്പെട്ടവരെല്ലാവരും ഞാൻ ഓർക്കുന്നു. എല്ലാവർക്കും ഞാനൊരു ഹാപ്പി അത്തം നേരുന്നു. ഓക്കെ, ഇത് സെറ്റായി. ഇത്രയാണ് ഫസ്റ്റ് ഡേയുടെ അത്തം. ഓക്കെ, അങ്ങനെ ഗോഡസ് ഒരു പൂക്കളം സെറ്റ് ചെയ്തു. ഈ ഏരിയ പൂക്കളത്തിൻ്റെ ഇടയ്ക്ക് മാറ്റി ഒഫീഷ്യലി ഞാൻ എൻ്റെ വീടിൻ്റെ കാര്യം വെച്ചാൽ ഞാൻ പറഞ്ഞു കാർ ഇറക്കുമ്പോൾ വീല് കയറും. അപ്പോൾ ഇത് ഒരു വിധത്തിൽ നമ്മളൊരു പൂക്കളം സെറ്റ് ചെയ്തു. എങ്ങനെയുണ്ട് എൻ്റെ പൂക്കളം എന്ന് പറയുക. ഒപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും ഗോഡസിൻ്റെ വക ഒരു ഹാപ്പി അത്തം നേരുന്നു. പിന്നെ കമൻറ്റ് ചെയ്യുക, നിങ്ങളൊക്കെ അത്തം ഒഴിക്കുകയോ എന്താണെങ്കിലും നമ്മുടെ വീട്ടിലൊരു കുഞ്ഞി പൂവുണ്ടെങ്കിൽ അത് വെച്ച് ഒഴിക്കാൻ ശ്രമിക്കുക. നമ്മുടെ അധ്യാപകർ, നമ്മുടെ വിദ്യാർത്ഥികൾ, നമുക്ക് ആരൊക്കെയുണ്ടോ അവരെ ഓർക്കുക. പിന്നെ ചില ആൾക്കാർ നമ്മുടെ വാല്യൂ മനസ്സിലാക്കാതെ നമ്മളോട് ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവും. നമ്മുടെ പ്രൊഫഷൻ, പാഷൻ എല്ലാം കൂടെ മിക്സ് ചെയ്തുകൊണ്ട് അവർക്ക് അത് കിട്ടാന്നുള്ളത് അവർ മേളിൽ, ഞാൻ വിഷ്ണു ഭഗവാന്റെ ഒരു ഭക്തയാണ്, അപ്പോൾ അവരെന്ത് ചെയ്യും? കൊടുത്തോളൂ എന്ന് വിചാരിക്കുക. അല്ലാതെ എന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ ഡിലീറ്റ് ബട്ടൺ, ഞാൻ ഇൻസ്റ്റയിൽ പറഞ്ഞ പോലെ സ്റ്റോറിയിൽ അടിച്ചങ്ങ് മുന്നോട്ട് പോവുക. നമ്മുടെ പുരോഗമനത്തിലൂടെ അവരെ എന്ത് ചെയ്യുക? കാണിച്ചു കൊടുക്കുക. അത്രേ നമുക്ക് പറയാൻ പറ്റൂ. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഒരു ഓണം അപ്പിയറൻസ്? ഒരു ഫോട്ടോ ഇതിലെടുക്കുക അല്ലേ? എൻ്റെ അത്തം വ്ളോഗ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. പിന്നെ 4000 അടുപ്പിച്ച് ആവാറായി നമ്മുടെ സബ്സ്ക്രൈബർ. കുറച്ചുകൂടെ വേഗം എന്ത് ചെയ്യുക? ഗ്രോത്ത് ഉണ്ടാക്കാൻ എന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്നെ തള്ളിപ്പറഞ്ഞ ആരെയും ഞാൻ വകവയ്ക്കുന്നില്ല. അതിപ്പോൾ പ്രൊഫഷണലാവട്ടെ ഏതിലാവട്ടെ, അല്ലാത്ത ആൾക്കാർക്ക് എന്ത് സഹായവും എന്നോട് ചോദിക്കാം. ഞാൻ പിന്നെ ഈ ഓണത്തിന് ഒരു ഫ്രീ ക്ലാസ് എടുക്കുന്ന ഒരു സംഭവം ഞാൻ ഇൻസ്റ്റയിൽ ഇറക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളതിൽ ജോയിൻ ആവാം. സാമ്പത്തികം കുറഞ്ഞ ആൾക്കാരും അങ്ങനെ. പിന്നെ എന്തെങ്കിലും വിഷയങ്ങൾ പഠന സംബന്ധമായിട്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്നെ തീർച്ചയായും അപ്രോച്ച് ചെയ്യുക. അത്യാവശ്യം കാലിബറുള്ളൊരു വ്യക്തിയാണ് എഡ്യൂക്കേഷനിലും കാര്യങ്ങളും. പിന്നെ ഡാൻസ് ക്ലാസ്സസ് പലരും ചോദിക്കുന്നുണ്ട്. അത് ഞാൻ സെറ്റ് ആകുമ്പോൾ തുടങ്ങാം. സിനിമാറ്റിക്കിൻ്റെ വേണമെങ്കിൽ ഞാൻ ട്രൈ ചെയ്യാം. അല്ലാതെ ക്ലാസിക്കലിൻ്റെ എനിക്ക് ഇനിയും കോഴ്സ് അപ്ഡേഷൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനത് ആ ഒരു പാകമാകുമ്പോൾ ഞാൻ പറയാം. അതും ഫ്രീ ക്ലാസ്സസ് ഞാൻ തരാൻ റെഡിയാണ് സാമ്പത്തികം കുറഞ്ഞ ആൾക്കാർക്ക്. അപ്പോൾ അതൊക്കെ ഈ ഓണത്തിന് ഞാൻ സെറ്റ് ചെയ്യുന്നതാണ്. അപ്പം ശരി, ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ബാക്കി വിശേഷം പറയാം. ഹലോ ഡിയേഴ്സ്, അപ്പോൾ എൻ്റെ ക്യൂട്ട് അത്തം അവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ അത്തം വ്ളോഗ് ഇഷ്ടപ്പെട്ട ആൾക്കാർ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഗോഡസിനെ സപ്പോർട്ട് ചെയ്യുക. പെട്ടെന്ന് 5K 10K എല്ലാം ആക്കി എന്നെ സന്തോഷിപ്പിക്കുക. എൻ്റെ വീഡിയോസ് വാച്ച് ചെയ്യുക. ഇത് എനിക്ക് മാത്രം കാണാനല്ല, നിങ്ങൾക്ക് വേണ്ടി കാണാൻ വേണ്ടിയാണ്. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗോഡസ് സിന്ധുജയിൽ ഇന്ന് ഞാൻ നല്ലൊരു കാര്യത്തിന് തുടക്കം കുറിക്കുക. അതായത് സാമ്പത്തികമായിട്ട് പിന്നോക്കമുള്ള കുട്ടികൾക്ക് വേണ്ടി ഒരു പദ്ധതിയായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് ഇന്ന് തന്നെ ഇൻസ്റ്റാഗോഡസ് സിന്ധുജ എന്ന ചാനലിൽ പോയി, ഇൻസ്റ്റാ ഐ ഡിയിൽ പോയി വ്യൂ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക.
എല്ലാവർക്കും എന്ത് ചെയ്യുക, ഒരു അവസരം കൊടുക്കുക മുന്നേറാൻ സമൂഹത്തിൽ. നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നല്ല കാര്യങ്ങൾ എന്നെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യണം, ആ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്ത വ്ളോഗിൽ ഇന്ന് ഒരു പൂക്കൾ ഒഴിക്കലും കാര്യങ്ങളാണ് നമ്മുടെ വ്ളോഗ്. അടുത്ത വ്ളോഗിൽ എല്ലാവരെയും കാണാം. സന്തോഷത്തോടെ ഇരിക്കുക. നിങ്ങളും അത്തം ഒഴുക്കി നിങ്ങളുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുക. എൻ്റെ സോഷ്യൽ മീഡിയയിൽ എവിടെയെങ്കിലും ഒരു കമൻറ്റ് ബോക്സിലോ ചാറ്റ് ബോക്സിലോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത വ്ളോഗുമായി കാണും. അതുവരെ നിങ്ങളുടെ ഗ്ലാം ഗോഡസ് സിന്ധുജ നിങ്ങളിൽ നിന്നും പോകുന്നു. ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വ്ളോഗ്. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോസ് എല്ലാം സ്കിപ്പ് ചെയ്യാതെ കാണുക. താങ്ക് യു. ബൈ. ഒരിക്കൽ കൂടെ ഹാപ്പി അത്തം. ലവ് യു ഓൾ.